MBBSന് അഡ്മിഷൻ ലഭിച്ച കഞ്ഞിക്കുഴി സ്വദേശിനി നവീന പ്രദീപിനെ കേരള പത്മശാലിക സംഘം ചാരമംഗലം ശാഖയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇപ്പോൾ ഒരു വർഷക്കാലം മൊത്തം ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റിയതിലും ഇങ്ങനൊരു അഭിനന്ദനമായിട്ട് ഇവരെല്ലാവരും വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര ടഫാണ്. അത് കിട്ടിച്ചേരുന്നത് നമുക്കും ബാധ്യത ദൈവത്തിൻ്റെ കയ്യിലാണ് ബാക്കി ബാധ്യത മൊത്തമുള്ളത്. അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ ബാക്കി നമുക്ക് നമ്മുടെ പാട്ട് ക്ലിയർ ആക്കുക, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അങ്ങനെ കൊടുത്തിട്ടാണ് എക്സാമിന് പോയത്. സപ്പോർട്ടായിട്ട് അച്ഛനും അമ്മയും ചേച്ചിയും പിന്നെ നമ്മുടെ റിലേറ്റീവ്സും സ്കൂളിൽ പഠിപ്പിച്ച മിസ്സുമാരാണെങ്കിലും പിന്നെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടുത്തെ ഡയറക്ടേഴ്സ് കോർഡിനേറ്റേഴ്സ് അവരെല്ലാവരും അവിടുത്തെ മിസ്സുമാരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നൈബേഴ്സ് എല്ലാവരും. MBBSന് അഡ്മിഷൻ ലഭിച്ച കഞ്ഞിക്കുഴി സ്വദേശിനി നവീന പ്രദീപിനെ കേരള പത്മശാലിക സംഘം ചാരമംഗലം ശാഖയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 8-ാം വാർഡിൽ ഇല്ലത്തുവേളിയിൽ ET പ്രദീപ് രജിമോൾ ദമ്പതികളുടെ മകളാണ് നവീന പ്രദീപ്. MBBSന് മെറിറ്റ് കോട്ടായിൽ പാലക്കാട് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചത്. പത്മശാലിക സംഘം സംസ്ഥാന പ്രസിഡന്റ് വിശ്വംഭരൻ പിള്ള, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശശിധരൻ പിള്ള, നാരായണൻകുട്ടി, സോമനാഥൻ പിള്ള, താലൂക്ക് ഖജാൻജി മോഹൻദാസ്, ശാഖാ സെക്രട്ടറി രാജീവ് CR, കമ്മിറ്റി അംഗങ്ങൾ, സമുദായ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ ആനുകൂല്യത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് ഈ മാതിരി ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. ഇപ്പോൾ അതിൻ്റെ നമ്മുടെ ഈ ശാഖയിൽ, അതായത് ചാരമംഗലം ശാഖയിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടൊരു കുഞ്ഞിനൊരു ആനുകൂല്യം കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അനുമോദനമാണ് ഇവിടെ നടക്കുന്നത്. ആ അനുമോദനത്തെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതുപോലെ ഇനി ഒരുപാട് കുട്ടികൾക്ക് അർഹതയുണ്ടെങ്കിലും കിട്ടാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുമൊക്കെ ഞങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും ഈ വിദ്യാഭ്യാസം ആനുകൂല്യം കിട്ടുന്നതിലും വളരെ സന്തോഷമുണ്ട്.